ഹബീബിനെ സ്നേഹിക്കുന്ന, ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, ഹബീബിനെ പ്രേമിക്കുന്ന, ഹബീബിനോട് കൽബ് ബന്ധിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി, അവിടുത്തെയുടെ മഹത്വം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി ഷഹീദാകേണ്ടി വന്നാൽ ഷഹീദാകാൻ പ്രതിജ്ഞയെടുത്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സമുദായമേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ ഒരു കോട്ടവും വരുത്തരുത്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ ആത്മാർത്ഥമായിട്ട് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലുക. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ഒരല്പമെങ്കിലും പ്രസംഗിക്കാതെ എനിക്ക് എന്റെ പ്രസംഗം നിർത്താൻ കഴിയില്ല. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, മൽഹറുല്ലത്തമായ മുഹമ്മദ് മുസ്തഫ. പോരാ, ഇപ്പോഴും ഉഷാറായില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വിളിച്ച മുദ്രാവാക്യത്തിന്റെ ആ ഒരു ആവേശം ഉണ്ടല്ലോ, അതിന്റെ ഒരു 100% പോലും ആയില്ല. വേണ്ട, മഹദനിയുടെ ഈ വണ്ടിയുടെ മുമ്പിൽ കിടന്നിട്ട് വിളിക്കുന്ന തക്ബീറിന്റെ ആവേശം വല്ല കാര്യമുള്ളതാണോ? എന്തെങ്കിലും കൂലി കിട്ടുന്ന കാര്യമാണോ? എന്നിട്ടും വിളിക്കുന്നു. അതിന്റെ ഒരു 100% ആവുന്നില്ല. ഒരൊറ്റ സ്വലാത്ത്. 2 പ്രശ്നമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ആരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആമീൻ പറഞ്ഞതാരാ? നീട്ടിയാൽ ആ കൈ ഏതൊരു കാര്യത്തിന് വേണ്ടി നീട്ടിയോ ആ കാര്യം സാധിച്ചിട്ടല്ലാതെ ആ കൈ താഴേക്ക് താഴ്ത്തേണ്ടി വന്നിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല ആമീൻ പറഞ്ഞത്, ദുആ ചെയ്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ഇല്ലെങ്കിൽ ശാപം ഉണ്ടാകട്ടെ. ഇപ്പൊ ഈ രാത്രിയില് 7 മണി മുതൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങള് ഇവിടുന്ന് പോകുന്നത് വരെ സമയം ഇവിടെ ഇരുന്ന് ഞാൻ വിളിച്ചു കൂവി, നിങ്ങളത് കേട്ടു, സഹിച്ചു, ക്ഷമിച്ചു, ഇവിടെ ഇരുന്നു പോകുന്നു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ ശിക്ഷയാണ് കിട്ടിയതെങ്കിൽ, കൂടുതൽ നഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇരിക്കുന്നത്, ഞാൻ ഈ വന്നതും പറയുന്നതൊക്കെ വെറുതെ അല്ലേ? റസൂലുള്ളാഹിയുടെ പേര് കേട്ട് സ്വലാത്തി അല്ലാതിരുന്നാൽ ആ ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് ഞാൻ പറയുകയാ. ഇന്ന് വരെ ആർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? ആർക്ക് വേണ്ടി ആവേശം കൊണ്ടിട്ടുണ്ടോ? ആർക്ക് വേണ്ടി ഉറക്കെ തക്ബീർ വിളിച്ചിട്ടുണ്ടോ? അതിലെല്ലാം ആവേശത്തോടുകൂടി നമുക്ക് ഏറ്റവും ആവേശത്തോടെ പ്രതികരിക്കാനുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാവിന്റെ പേരിൽ ഒരു 2-3 സ്വലാത്തും ഉറക്കെ ചൊല്ലിയേ. മൽഹറുല്ലത്തമായ മുഹമ്മദ് മുസ്തഫ, സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ, സാഹിബുൽ ബുർഹാനി മുഹമ്മദ് മുസ്തഫ, മുഹദ്ദിദു ജിഹാത്തിൽ അദാലത്തി മുഹമ്മദ് മുസ്തഫ, വഖാതമ ഫസ്ർ റിസാലത്തി മുഹമ്മദ് മുസ്തഫ, മർകസ് ദായിറത്തുൽ ഫുതുവത്തി മുഹമ്മദ് മുസ്തഫ, ബദ്റു സമാഇൻ നബുവത്തി മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ, വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, ഒഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, തകർത്തു തരിപ്പണമാക്കപ്പെട്ട മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദ് മുസ്തഫ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ, ആരെതിർത്താലും ആര് വെറുത്താലും, ആരാക്ഷേപിച്ചാലും, ആര് പുസ്തകം എഴുതിയാലും, ആര് കാർട്ടൂൺ നിറച്ചാലും, ആര് നികൃഷ്ടമായി ചിത്രീകരിച്ചാലും, ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തില് രാജകുമാരനായി പ്രശോഭിക്കുന്ന ഈന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവല്ലുകളുടെയും ശീതളച്ചായിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആരാണോ ഞങ്ങളാക്കി മാറ്റിയത്, ആരാണോ ഞങ്ങളുടെ വ്യക്തിത്വം ബഹുമാനിക്കപ്പെട്ടതാക്കിയത്, ആരാണോ ഞങ്ങൾക്ക് ആകാശഭൂമികളുടെ സംവിധായകനെ പരിചയപ്പെടുത്തിയത്, ആരാണോ ഞങ്ങൾക്ക് മാനുഷികത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത്, ആരാണോ മനുഷ്യകുലത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്തത്,
ഞങ്ങൾ പാപികളാണെങ്കിലും ഞങ്ങൾ ദോഷികളാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഹബീബിനെ, നിന്റെ ഹബീബിനെ ഞങ്ങൾ ജീവനേക്കാൾ സ്നേഹിക്കുന്നവനാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഈ പൂവാറിന്റെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ജാജ്വല്യമാനമായ ഇന്നലകൾ സമ്മാനിച്ച ഈ പൂവാറിന്റെ പൊന്നോമന പുത്രന്മാരും ഈ പ്രദേശത്ത് കൂടിയിരിക്കുന്ന വിശ്വാസികളായ സഹോദരങ്ങളും ഈ രാത്രിയിൽ നീ നിന്റെ ഹബീബിന്റെ മുന്നിൽ, ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നിന്റെ ഹബീബിന്റെ സവിധത്തിൽ ഞങ്ങളെ ഹാജരാക്കണം തമ്പുരാനെ. ഞങ്ങളെ നീ കാണിക്കണം തമ്പുരാനെ. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന, ശുപാർശ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും തിരിച്ചറിയുന്ന ആ തിരിച്ചറിവ് റസൂലുള്ളാഹി ആ ഘട്ടത്തിൽ ഞങ്ങളെ തിരിച്ചറിയുന്ന ആ ഭാഗ്യം സിദ്ധിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്റെ ഹബീബിന്റെ തൃക്കരങ്ങൾ കൊണ്ട് അവിടുത്തെയുടെ പുണ്യമായ ഹൗദുൽ കൗസറിലെ പാനീയം രണ്ട് കൈകൊണ്ടും ഞങ്ങൾക്ക് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ വിനീതനായി നിന്റെ ദാസനെയും ഈ സദസ്സിലുള്ള മുഴുവൻ വിശ്വാസികളെയും നീ പെടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബ് വെറുപ്പോടെ നോക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തമ്പുരാനെ. നിന്റെ ഹബീബ് കാണുമ്പോൾ തലതിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെയും നിങ്ങളുടെയും ചങ്കിലച്ചോരയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം സഹോദരങ്ങളെ പട്ടിണി കിടന്ന റസൂലുള്ളാഹ്, ഒന്നും വിശപ്പിന് കഴിക്കാനില്ലാഞ്ഞ് ഇലയും പച്ചവെള്ളവും മാത്രം കഴിച്ച റസൂലുള്ളാഹ് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോലുകൊണ്ടുണ്ടാക്കിയ ബക്കറ്റിന്റെ ഒരു അംശം കീറിയെടുത്തിട്ട് ചീകിയെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വേവിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ച് നാവിന്റെ മരവിപ്പ് മാറ്റിയ റസൂലുള്ളാഹ്. ആ റസൂലുള്ള സഹിച്ച ത്യാഗം എത്രയാ മക്കളെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടില് ലക്ഷക്കണക്കിന് ചതുരശ്ര മൈൽ വിശാലതയുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ പറയുകയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടില് ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് വീണ്ടും ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് മൂന്നാമതും ചന്ദ്രൻ ഉദിക്കുന്നത് വരെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ, അതായത് 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തെ ചന്ദ്രൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ തീ പുകയാത്ത കാലമുണ്ടായിരുന്നു എന്ന് അള്ളാഹിന്റെ റസൂൽ എന്ന ലോകത്തെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ മുത്തളിയുടെ വീട്ടില് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്നെന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന്, ഇന്നലെ എന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന്, മെലിഞ്ഞാന്ന് എന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരവസ്ഥ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിക്കുണ്ടായില്ലല്ലോ മക്കളെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മത്തികളായ നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടി ദിവസം ഒരു നേരമെങ്കിലും കഞ്ഞി വെച്ച് കുടിക്കാനുള്ള അവസരമില്ലാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകില്ലല്ലോ. എന്നാൽ എന്റെയും നിങ്ങളുടെയും അഭിമന്യനായ അമരക്കാരൻ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് കാരണക്കാരൻ മുത്തുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് 1 മാസം ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് വീണ്ടും ചന്ദ്രൻ ഉദിച്ച് ആ ചന്ദ്രൻ അസ്തമിച്ച് വീണ്ടും ചന്ദ്രൻ ഉദിക്കുന്നത് വരെ 3-ാമത്തെ മാസത്തിന്റെ ചന്ദ്രോദയം വരെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ തീ പുകയാറുണ്ടായിരുന്നില്ല എന്നൊരൊറ്റ ദിവസം 3 മാസത്തിനുള്ളിൽ തീ പുകഞ്ഞിട്ടില്ല. ഒരു ദിവസം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എവിടുന്നോ ഒരാടിന്റെ കുറക് കിട്ടിയിട്ട്, ഒരാടിന്റെ കാലിന്റെ ഭാഗം കിട്ടിയിട്ട് അത് അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തു വിടുകയാ. എനിക്ക് കിട്ടിയതാണ്, പക്ഷെ എന്റെ വീട്ടിൽ ഇത് വെക്കുന്നില്ല, അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിൽ ഇത് വെക്കട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന് അബൂബക്കർ സിദ്ദീഖ് അത് കൊടുത്തു വിടുകയാ. അത് കൊണ്ടുവന്ന് കൊടുത്ത ഉർവ എന്ന സ്വഹാബി ആയിഷ സിദ്ദീഖയുടെ അടുക്കൽ അത് കൊണ്ടുകൊടുത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ രാത്രിയിലാണ് അത് കിട്ടിയത്. അത് ഇരുട്ടത്ത് വെച്ച് മുറിക്കുകയാണ്. ഇരുട്ടത്ത് വെച്ചിട്ട് അത് മുറിക്കുമ്പോൾ അത് കൊണ്ടുവന്ന സ്വഹാബി ചോദിക്കുക, ഉമ്മുൽ മുഅ്മിനീൻ, അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട വീട്ടില് ഒരു വിളക്ക്
കത്തിച്ചു വെച്ചിട്ട് ഇത് മുറിച്ചുകൂടെ? കത്തി കൊണ്ട് മുറിക്കുന്നതല്ലേ, ഇരുട്ടത്ത് വെച്ച് മുറിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ സിദ്ദീഖ പറയുകയാ, മക്കളെ, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട മാതാവ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടഭാജനം, ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ അബൂബക്കർ സിദ്ദീഖിന്റെ പുന്നാര മോള്, അള്ളാഹുവിന്റെ ഹബീബ് ജീവന് തുല്യം സ്നേഹിച്ച ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണ ഞങ്ങൾ കുടിക്കൂലായിരുന്നോ? വിശപ്പടക്കാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ ആ എണ്ണ പോലും കുടിക്കാതെ, എത്ര ദിവസമായി കുടിക്കാൻ എണ്ണ പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ഒരല്പം എണ്ണ കിട്ടിയിരുന്നെങ്കിൽ, ഒലിവെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്ന കാലത്ത് പറയുകയാ, ഒരല്പം എണ്ണ കിട്ടിയിരുന്നെങ്കിൽ അത് ഞങ്ങൾ കഴിക്കൂലായിരുന്നോ? അത് വിളക്ക് കത്തിക്കാൻ സൂക്ഷിക്കുമായിരുന്നോ? ഇവിടെ എണ്ണയില്ലാത്തത് കൊണ്ട് എത്ര ദിവസമായ ഒരല്പം എണ്ണ ഉള്ളിൽ കഴിച്ചിട്ടെന്ന്, വിളക്ക് കത്തിച്ചിട്ട് എത്രയോ നാളുകളായെന്ന്. ഇതാരുടെ വീട്ടിലാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതാരുടെ വീട്ടിലാണ്? എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുതലുള്ള സർവ്വമാലാഖമാരുടെയും മലായിക്കത്തുകളുടെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ ഇന്ന് വൈകിട്ട് പൂവാറിലെ ഏതെങ്കിലും പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഞ്ചോമന കുഞ്ഞുവരെയുള്ള സർവ്വ മനുഷ്യരുടെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് 3 മാസം തുടർച്ചയായിട്ട് തീ കത്തിച്ചിട്ടില്ലെങ്കിൽ, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ ആഴ്ചകളോളം കഴിഞ്ഞുവെങ്കിൽ ആ റസൂലുള്ളാന്റെ ഉമ്മത്തിയാ മക്കളെ 1500 പവന്റെ സ്വർണം കൊടുത്തിട്ട് മോളെ കെട്ടിക്കുന്നത്, 2 BMW കാറ് കൊണ്ട് വീടിന്റെ മുന്നിലിട്ടിട്ട് മോളെ കെട്ടിക്കുന്നത്, കല്യാണത്തിന്റെ ചെലവ് മാത്രം 25 ലക്ഷം രൂപ ഭക്ഷണത്തിന് ചെലവാക്കുന്നത്. ഗവേഷണമാണ്. ഇത് കണ്ടിട്ട്